ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ നല്ല ഒരു കഷ്ണം കേര മീനാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കിച്ചൺ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതേ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി അതിൻ്റെ ചേരുവകളെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സൂപ്പർ വെറൈറ്റി വീഡിയോ ആയിക്കൊള്ളട്ടെ. കേര കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. അതിൽ ചേർക്കാനായി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ടത്, ശകലം തേങ്ങാപ്പാൽ, തക്കാളി എല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നല്ല സൂപ്പർ കേര മീനാണ്. ഇതെൻ്റെ മോൻ ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് നമ്മൾ ഒരു ദിവസം കറി വെച്ചു, ഒരു ദിവസം രണ്ട് ഇതായിട്ട് വറുത്തരച്ചും വെച്ചു, മോൻ്റെ സ്റ്റൈലിലും ഒരു ദിവസം വെച്ചു. എന്നിട്ട് ഇറച്ചി ഉള്ളത് കൊണ്ട് പിന്നെ അത് എടുത്തില്ല, അങ്ങനെ ഇരുന്നതാണ്. പിന്നെ അതെടുത്ത് വെക്കാൻ പറ്റിയില്ല, അങ്ങനെ അതുകൊണ്ട് അത് ഇരുന്നതാണ് മീൻ. അപ്പോൾ കേര കൊണ്ടുള്ള ഒരു സൂപ്പർ ഇതാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത്. ഈ ചട്ടി അടുപ്പിൽ വെച്ചു, ചട്ടി ചൂടായി. ഈ ചട്ടി ചൂടായി. അപ്പോൾ ഇനി എത്രത്തോളം വീഡിയോ ഇതിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ നല്ല മസ്റ്റായിട്ട് ഞാൻ വെച്ചതാണ്. അപ്പം മോള് വന്ന് കുറച്ചുകൂടി പൊക്കത്തിനൊക്കെ ആക്കി വെച്ചു. ഇതിൽ എത്രത്തോളം വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിക്കുന്നതൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനുണ്ട്. എണ്ണയൊഴിച്ചു. ഇപ്പോൾ കണ്ടോ വെട്ടം പോക്കെ ഉണ്ടോ? എന്നെ ഇപ്പം മോനതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് പോയേക്കുന്നത്. ഞാനത് മസ്റ്റായിട്ട് നല്ല വെട്ടം ഇട്ടതാണ്, അവിടുത്തെ വെട്ടം കൂടി ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നല്ല വെട്ടമായിട്ടാണ് തോന്നിയത്. അതേ ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. അതിലേക്ക് കടുകിടണം. കടുകിട്ടു. ഇനി കറിവേപ്പ്, ഇത്തിരി കറിവേപ്പെടുത്ത് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വറ്റൽമുളകിട്ടു. ഇനി ഇത്തിരി കറിവേപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റും. നമ്മൾ കൂടെ സംസാരിച്ച് അങ്ങ് പോകും. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് സംസാരം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. കരിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതിലേക്കിട്ടു. പാകത്തിനുള്ള ഇനി അതൊന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിനി ആവശ്യത്തിന് കുറച്ച് തക്കാളിക്ക ഞാനവിടെ അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. ആ തക്കാളിക്ക കൂടി നമുക്കതിലേക്കിടാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിക്ക് അതിലേക്കിടാം. തക്കാളിക്ക് അതിലേക്കിട്ടു. തക്കാളിക്ക് അതിലേക്ക് ഇട്ടിട്ട്
ഇളക്കിയിട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള പൊടി ചേർക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള പൊടി ചേർക്കാം. ആദ്യം ഞാനിടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ നല്ല കളറും കിട്ടും, എരിയും കുറവാണ്. ഞാൻ അതിലേക്ക് കോരിയിടുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ അതിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ എല്ലാം പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന അതിലേക്ക് ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു, അതിലേക്ക് ഇടുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയിടാം. മല്ലിപ്പൊടിയും കാശ്മീരി പൊടിയും എല്ലാം അതിൽ തീർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതിലേക്ക് താമസം വരുന്നത്. അപ്പം നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല കളറുള്ള പൊടി, നല്ല കളർ കിട്ടും ആ പൊടി ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ 2 സ്പൂൺ അതിൽ നിന്ന് ഇട്ടു. മല്ലിപ്പൊടി എടുത്തപ്പോൾ അവിടെ വീണു. ഇനി നമുക്ക് സാദാ മുളക് പൊടിയും കൂടി 1 സ്പൂൺ ഇടാം. സാദാ മുളക് പൊടി കണ്ടോ, രണ്ടിൻ്റെയും കളർ അല്ല, ആ കത്ര കളറല്ല, നല്ല കളറാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കുരുമുളക് പൊടിയാണ്. ഇനി ഇത്തിരി ഉലുവാപ്പൊടി. അപ്പോൾ എല്ലാമായി. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കുട്ടൂസ് മോൻ പഠിക്കാൻ പോയിട്ട് ദേ വന്നു. കുട്ടൂസ് മോൻ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ മീനും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി ആ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റുകയാണ്. എണ്ണ കുറവെന്ന് തോന്നി. ഞാൻ എണ്ണ എല്ലാത്തിനും എണ്ണ കുറച്ചേ ചേർക്കൂ. ഇങ്ങനെ ശർക്കര വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതാണ്. അത് മാറ്റുകയാണ്. ഇട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകണമെങ്കിലാന്ന് വിചാരിച്ച് അതങ്ങ് മാറ്റാം. അതല്ല അതിൽ പറ്റുന്നു നമുക്ക്. ഇനി അതിലേക്ക് ആ ഉള്ളിയെല്ലാം ഒന്ന് വാടി വന്ന് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി റെഡിയായി ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അതിലേക്കെടുത്ത് ഒഴിക്കാം. ശിവരാത്രിയിലന്ന് നല്ല മഴക്കോളും മന്ദാരവും എല്ലാം ഉണ്ടായിരുന്നു. ശിവരാത്രിയിലന്ന് മഴ പൊടിയുമെന്ന് പറയും. അപ്പം ഇനി നമുക്ക് ആ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഒഴിച്ച് അതൊന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ അതിലേക്കിടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇടാനാണ്.
ഞാൻ വീഡിയോ ഓഫാക്കി വെച്ചിരുന്നത്, ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരുന്നതാണ്. ഇവിടം വരെയുള്ള വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ വെച്ചപ്പോഴത്തേക്ക് വീഡിയോ പിടിച്ചത് കിട്ടിയില്ല. അത് മോള് വന്ന് വീഡിയോ ഒത്തി കൂടെ പൊക്കി വെച്ചു. അപ്പോൾ വീഡിയോ ഞാൻ ഓണാക്കി ഇട്ടിരുന്നത് ഇവള് വീഡിയോ പൊക്കി വെച്ചപ്പോഴത്തേക്ക് മൊബൈൽ പൊക്കി വെച്ചപ്പോഴത്തേക്ക് സ്റ്റാൻഡ് പൊക്കി വെച്ചു. അപ്പോഴത്തേക്ക് വീഡിയോ ഓഫായി പോയി. അതുവരെ ഉള്ളത് കിട്ടിയില്ല. ഇതിപ്പം അതിന് ശേഷം കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത് അതിലേക്ക് ഒഴിച്ചു. അതൊഴിച്ച് ഒന്ന് തിളപ്പിച്ചു. അതിന് ശേഷം ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്ന നമ്മുടെ കേരമീൻ അതിലേക്കിട്ടിട്ട് ഒന്ന് ഇളക്കി ഇതാക്കി. അതും അത്ര ഇതിൽ കിട്ടിയിട്ടില്ല, അത്ര ഭാഗം ഇതിൽ കിട്ടിയിട്ടില്ല. ഇളക്കിയതിന് ശേഷം അതാണ് കാണുന്നത്. ഞാൻ മറ്റേതങ്ങ് മാറ്റി മീൻ പൊടിഞ്ഞു പോകണമെങ്കിലാന്ന് വിചാരിച്ച്. നല്ല സൂപ്പർ. എൻ്റെ പുത്രനും അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന മീനാണ്. എന്തായാലും അന്ന് ഞാൻ വറുത്തരച്ച് വെച്ചതിൻ്റെ അന്ന് മോനും കൂടി ഒരു കറി വെച്ചത് നല്ല സ്പെഷ്യൽ കറി ഉണ്ടാക്കി മോൻ. അത് ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് മോൻ വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ കുടംപുളി ഇട്ട് ഇതുപോലെ തന്നെയാണ്. പക്ഷേ മോൻ ഒത്തിക്കൂടെയൊക്കെ ഒരു ഇതാക്കി വയ്ക്കും. അത് നല്ല ടേസ്റ്റാണ്. ഞാനൊരു ശകലം തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ശകലം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു. ശകലം തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലൂടി ചേർത്ത് ആവശ്യത്തിനുള്ള കറിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കറി അടച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. കുടംപുളി ഞാൻ ചെറുതായതുകൊണ്ട് 3 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനിഞ്ഞ് മാറ്റുകയാണ്. അല്ലെങ്കിൽ നല്ല ഒറിജിനൽ കുടംപുളിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് അവരെ തൊട്ടിപ്പുറത്തെ അവർക്ക് അറിയാവുന്ന വീട്ടിലെ പുളിയാണ്. അതുകൊണ്ട് നല്ല പുളിപ്പുള്ള പുളിയാണ്. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് ഒന്ന് വേവാൻ വേണ്ടി അടച്ചിട്ടതാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കി ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം. തിളച്ച് വരുന്നുണ്ടെന്നല്ല, തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് അങ്ങ് അടച്ചിടാം. അപ്പം ഇതിന് മുമ്പേ മരുമോള് പോകുന്നതിന് മുമ്പേ ആയിട്ട് മേലത്തെ ചേച്ചിയുടെ ഞാൻ ചക്ക അടക്കുന്നെങ്കിൽ അമ്മ കൂടെ തരണേ എന്നുള്ളൊരിത് പറഞ്ഞ് കൊണ്ട് തന്നായിരുന്നു. പക്ഷെ നല്ലപോലെ വിളഞ്ഞിട്ടില്ല ചക്ക. അങ്ങനെ ഒരു ശിവരാത്രിയിൽ നമ്മൾ കുറച്ച് അവിയൽ വെച്ചു. അവിയൽ പരുവമാണ്. ബാക്കി ഇത്തിരി ഇരുന്നെടുത്ത് ഞാനിന്ന് കൂട്ടാൻ വെച്ചുവെങ്കിലും അത് ചെറിയ വെളിയിൽ രാത്രി വെളിയിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ അത് ചെറിയ മധുരം വെച്ചുപോയി. എന്നാലും അതെടുത്ത് ആദ്യത്തെ ചക്കയൊക്കെ അല്ലേന്ന് വിചാരിച്ച് ഞാനെടുത്ത് കൂട്ടാൻ വെച്ചുവെങ്കിലും നല്ലതുപോലെ അങ്ങ് വിളഞ്ഞില്ല. എന്നാലും നമുക്ക് ആദ്യത്തെ ചക്കയൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച കേര കൂട്ടാൻ വെച്ചത്. അടിപൊളി മീൻകറിയാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ മോൻ വെച്ചതിനൊന്നും അത് തന്നെ നല്ലതായിരുന്നു. പിന്നെ മോൻ കുറച്ചുകൂടിയൊക്കെ ഇട്ടങ്ങ് വറുത്തരച്ച് വെക്കുന്ന കണക്ക് തോന്നും. നമ്മൾ വെക്കുന്ന കണക്കുമല്ല, വറുത്തരച്ച് വെക്കുന്ന കണക്കുള്ള ഒരു ഇതിൽ അങ്ങോട്ടങ്ങ് വഴറ്റി ആ ഒരു എണ്ണയിൽ കിടന്നുള്ള ഒരു കളിയാവില്ലേ. പക്ഷെ നമ്മളൊക്കെ എണ്ണ കുറച്ച് ചേർത്താണ് മോൻ ആ ഒരു ഇട്ടങ്ങ് വഴറ്റി നല്ല ഒരു ഇത്തിക്കൂടെ ഒരു ഇതാക്കും. ഒരു ലൈക്കെങ്കിലും ചെയ്യണം. സൂപ്പർ ഇതാണ്. കാണിച്ചു തരാം, ഒന്ന് മൊബൈലെടുത്ത് നേരിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്തിരി ചക്ക കൂട്ടാൻ വയ്ക്കണം. ചക്ക കൂട്ടാൻ വെച്ച് അതും കൂടെ എടുത്ത് കണ്ടോ നമ്മുടെ മീൻകറി എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറല്ലേ, അടിപൊളിയല്ലേ, കൊള്ളാമോ? സൂപ്പർ അടിപൊളി മീൻകറിയായിരുന്നു.
ചക്കയൊക്കെ കൂട്ടി തിന്നാൻ ഒരു ഒന്നൊന്നര പിടി പിടിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കേര പുളി വെച്ചതിൻ്റെ ഇതേ കണ്ടു, അടിപൊളി.